വേഴാമ്പൽ, മക്കാവു ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു കൂട്ടം പക്ഷികൾ, കൈക്കുള്ളിലൊതുങ്ങുന്ന കുഞ്ഞൻ കുരങ്ങന്മാർ, നക്ഷത്ര ആമകൾ. ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് വൻ തോതിലാണ് അരുമമൃഗങ്ങളെ കടത്തുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ 14 പക്ഷികളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് 2 പേർ. ശേഷം ഈ വർഷം ഏപ്രിലിൽ ആമയും മറ്റുമായി തമിഴ്നാട് സ്വദേശി. കഴിഞ്ഞ ദിവസം പോക്കറ്റ് മങ്കി, വൈറ്റ് ലിപ്ഡ് ടാമറിൻ തുടങ്ങിയവയുമായി എത്തിയത് പത്തനംതിട്ടയിലെ ദമ്പതികൾ. പ്രതികളായ ജോബ്സണും ആര്യമോളുമടക്കം വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്തപ്പോൾ വെളിപ്പെടുന്നത് വൻ റാക്കറ്റിന്റെ ഇടപെടൽ. സംസ്ഥാനത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ചും ബാങ്കോക്കിലും ഏജന്റുമാർ നിരവധി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വലവീശി പിടിക്കുക എന്നതാണ് ഏജന്റുമാർ ആദ്യം ചെയ്യുന്നത്. ഇവരെ ക്യാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ടാണ് കടത്ത്. ഇവിടെ നിന്ന് ബാങ്കോക്കിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ്, ബാങ്കോക്കിലെ ഹോട്ടൽ വാടക, കൂടാതെ അവിടുത്തെ മറ്റു ചിലവുകൾ ഇതെല്ലാം ഏജന്റുമാർ വഹിക്കും. ഇതിന് പുറമെ അരുമ മൃഗക്കടത്തിന് 30,000-50,000 രൂപ വരെ പാരിതോഷികമായി നൽകുകയും ചെയ്യും. ഈ വമ്പൻ ഓഫറിൽ പലരും വീഴുകയാണ് പതിവ്. ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെയാണ് ഏജന്റുമാർ കൂടുതൽ നൽകുന്നത്. സംശയം തോന്നി പിടിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് കണ്ടാണ് ഇത്തരക്കാരെ തെരഞ്ഞെടുക്കുന്നത്. ബാങ്കോക്കിലെ ഏജന്റുമാർ ക്യാരിയർമാരുടെ മടക്കയാത്രയ്ക്ക് മുൻപ് അവരുടെ ഫോട്ടോ എടുത്ത് കേരളത്തിലുള്ള ഏജന്റുമാർക്ക് അയച്ചു കൊടുക്കും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ വിമാനത്താവളത്തിന് പുറത്തുവച്ച് ഏജന്റുമാർ അവ കൈക്കലാക്കും. കടത്തിക്കൊണ്ടുവരുന്നവർ കസ്റ്റഡിയിലായെന്നറിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഏജന്റുമാരുടെ പൊടി പോലും ഉണ്ടാകില്ല. ക്യാരിയർമാർക്ക് പലപ്പോഴും അറിയുന്നത് ഏജന്റുമാരെയും സബ് ഏജന്റുമാരെയും മാത്രമായിരിക്കും. അന്വേഷണ ഏജൻസികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് ഇതാണ്. യഥാർത്ഥ ഡീലറിലേക്ക് എത്താൻ കഴിയുന്നില്ല. അരുമമൃഗങ്ങളെ ഇവിടെ എത്തിച്ച് മോഹവിലയ്ക്ക് വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി കേസുകൾ ഏറുന്ന ഘട്ടത്തിൽ തായ്ലാന്റിൽ നിന്നെത്തുന്ന യാത്രക്കാരെ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട് കസ്റ്റംസ്. ആദ്യ കേസ് പിടികൂടിയതിന്റെ അനുഭവം പലരും ഇപ്പോഴും നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. അതായത് അന്ന് വന്ന യാത്രക്കാരുടെ ബാഗേജിൽ നിന്നും ഒരു ചിറകടി ശബ്ദം കേൾക്കുകയായിരുന്നു. എന്തായിരിക്കും ഈ ശബ്ദമെന്ന ആകാംക്ഷ ചെന്നെത്തിയത് തികച്ചും അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചയിലായിരുന്നു. ബാഗിനകത്ത് ഒരു കൂട്ടം പക്ഷികളാണ് ഉണ്ടായിരുന്നത്. കസ്റ്റംസ് പിടികൂടി കേസ് വനം വകുപ്പിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്തിക്കുന്ന മൃഗങ്ങളെ തിരിച്ചയക്കുകയോ സംസ്ഥാനത്തെ മൃഗശാലയിലേക്ക് മാറ്റുകയോ ആണ് പതിവ്. ഇന്ത്യയിൽ ഇത്തരം മൃഗങ്ങളെ എത്തിക്കുന്നതും വളർത്തുന്നതും ഒക്കെ 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഇത്തരം മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതാണ് അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യം. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.